നന്ദു, മോനെ നീ എപ്പോ വന്ന്? അച്ഛൻ നിന്നെ കണ്ടില്ലായിരുന്നു. എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. അല്ല, മോൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ വന്നത്? തന്റെ പതർച്ച അവനിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിച്ചു അയാൾ അവനോടുള്ള സ്നേഹവാക്കുകൾ വാരി അണിയുമ്പോൾ ത്രിലോകിൽ യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവന് പുറകിൽ നിന്ന കാർത്തിയുടെയും നവീന്റെയും മുഖം ദേഷ്യം കൊണ്ട് മാറിയിരുന്നു. അതോടൊപ്പം മുന്നിൽ നിൽക്കുന്ന ആരെയും നോക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവർ മറ്റെങ്ങോ നോക്കി നിന്നു. എന്താ മോനെ നീ ഒന്നും മിണ്ടാത്തത്? ഇഷ, നീ എന്ത് നോക്കി നിൽക്കുക? നിന്റെ ഏട്ടൻ വന്നത് കണ്ടില്ലേ നീ? ഇഷ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനടുത്തേക്ക് വരാൻ നിന്നുവെങ്കിലും അവന്റെ ഗൗരവം നിറഞ്ഞ മുഖം കണ്ട് അവൾക്ക് നിന്നിടത്ത് നിന്ന് ഒന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും ഇപ്പോൾ ചോദിക്കാൻ തോന്നുന്നില്ല. ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം മാത്രം. അതിനുള്ള മറുപടി തരണം നിങ്ങൾ എനിക്ക്. നന്ദു മോനെ, ഞാൻ അശോകൻ വിളർച്ചയോടെ എന്തോ പറഞ്ഞു വന്നതും ത്രിലോക് തന്റെ അച്ഛന് നേരെ വലത് കൈ ഉയർത്തി തടസ്സം തീർത്തു. എന്നെ ജനിപ്പിച്ചത് നിങ്ങൾ തന്നെയാണോ? മനസ്സിലായില്ലേ? എന്നെ ഉണ്ടാക്കിയത് താൻ തന്നെയാണോന്ന്? അടക്കി പിടിച്ച ശബ്ദത്തിൽ അവൻ അമറുമ്പോൾ അശോകൻ തന്റെ മകന്റെ മുന്നിൽ ആദ്യമായി വിറങ്ങലിച്ചു പോയി. തൊണ്ട വരണ്ട പോലെ അയാൾ അവന് മുന്നിൽ നിന്ന് വിയർത്തു. നന്ദു, എന്താ മോനെ ഇത്? അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ ചോദിക്കുന്നത്? സുചിത്ര തന്റെ മകന്റെ അരിയിലേക്ക് വന്ന് വിങ്ങലോടെ കേൾക്കുമ്പോൾ ത്രിലോക് തന്റെ അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഈ നിൽക്കുന്നത് എന്നെ പ്രസവിച്ച എന്റെ അമ്മ തന്നെയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ എന്റെ അച്ഛൻ നിങ്ങളാണോന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല. അത് എന്റെ അമ്മയെ സംശയമുള്ളത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളെപ്പോലെയുള്ള ആരെ അച്ഛൻ എന്ന് ഇനി വിളിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രം. ഞാൻ ഇറങ്ങും അമ്മേ. എന്റെ പെണ്ണിന് സ്ഥാനമില്ലാത്തിടത്ത് ത്രിലോകം നിൽക്കില്ല. പിന്നെ ഞാനിപ്പോൾ വന്നത് കൂടപ്പിറപ്പായി കണ്ട ഇവൾക്ക് ഇത് കൊടുക്കാനാണ്. ഇനി എന്തായാലും എനിക്കതിന് കഴിയില്ല. അമ്മ തന്നെ കൊടുത്തേക്ക്. അതും പറഞ്ഞ് ത്രിലോക് തന്റെ കയ്യിലിരുന്ന ബോക്സ് സുചിത്രയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. മോനെ നന്ദു, സുചിത്ര അവനെ പിന്നിൽ നിന്ന് വിളിച്ചുവെങ്കിലും ത്രിലോക് നിൽക്കാൻ കൂട്ടാക്കാതെ അവിടെ നിന്ന് നടന്നകന്നു. തൃപ്തിയായില്ലേ അച്ഛനും മോൾക്കും? എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക് ഇതിനൊക്കെ? ഇതാ പിടിക്ക്, അനിയത്തിക്ക് ഏട്ടന്റെ വിവാഹ സമ്മാനം. പുറമേ എത്രയൊക്കെ കർക്കശക്കാരനായി നടന്നാലും എന്നും നിന്നെ സ്നേഹിച്ചിട്ടല്ലേയുള്ളൂ നിന്റെ ഏട്ടൻ. അവനെയാ നിന്റെ അച്ഛന്റെ കൂടെ നീ ഇന്ന് വേദനിപ്പിച്ച് ഇറക്കി വിട്ടത്. അവൻ ക്ഷമിച്ചാലും ഞാൻ പൊറുക്കില്ല നിന്നോടിനി. സുചിത്ര അവളുടെ കയ്യിലേക്ക് ബലമായി ആ ബോക്സ് വെച്ചു കൊടുത്തുകൊണ്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുമ്പോൾ ഈശോയുടെ കൈക്കുള്ളിലിരുന്ന് ആ ബോക്സ് വിറപൂണ്ടു. ഇതൊന്നും കണ്ട് മോള് പേടിക്കണ്ട. നിന്റെ ഏട്ടനെ നമ്മുടെ അടുത്തേക്ക് തന്നെ എത്തിക്കാൻ ഈ അച്ഛനറിയാം. മോള് ധൈര്യമായിട്ടിരിക്കുക. അശോകൻ അവളെ ചേർത്ത് പിടിച്ച് അവർക്ക് ധൈര്യം പകർന്നു. ത്രിലോക് വന്നിട്ട് പോയതിൽ പിന്നെ ശിവ ആകെ അസ്വസ്ഥമാണ്. അവൻ പറഞ്ഞിട്ട് പോയ വാക്കുകൾ അവളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കാൻ പോന്നവയായിരുന്നു. അവനിൽ നിന്ന് അതൊക്കെ കേട്ട സമയത്ത് ഒന്നും തോന്നിയില്ല എങ്കിലും വീണ്ടും വീണ്ടും ഓരോന്നായി ആലോചിച്ചെടുക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിധം അലട്ടുന്നതായി തോന്നി അവൾക്ക്. ഉച്ചയ്ക്ക് എന്തൊക്കെയോ നുള്ളിപ്പറക്കി കഴിച്ചതല്ലാതെ പിന്നെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയതെല്ലാം അടച്ച് കിച്ചണിൽ തന്നെ കൊണ്ടുപോയി വെച്ച ശേഷം സോഫയിൽ കിടന്ന ഫോണും എടുത്ത് തന്റെ റൂമിലേക്ക് പോകാനായി നിൽക്കുമ്പോഴാണ് കയ്യിലിരുന്ന ഫോണിൽ മെസ്സേജ് ടോൺ കേൾക്കുന്നത്. റൂമിലേക്ക് നടക്കും വഴി അവൾ അലക്ഷ്യമായി അതൊന്ന് എടുത്തു നോക്കി. വാട്സാപ്പിൽ നിന്ന് ഒട്ടും പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നാണ് ആ മെസ്സേജ് വന്നതെന്ന് കണ്ട അവൾ ഉടനടി അത് ഓപ്പൺ ചെയ്ത് നോക്കി. ഒരു വീഡിയോ ആയിരുന്നു അത്. എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അവൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആഞ്ഞടിക്കുന്ന തന്റെ ഹൃദയതാളത്തെ അവൾ പാടെ അവഗണിച്ചു. വീഡിയോ ഓപ്പൺ ആയതും ശിവയുടെ കണ്ണുകൾ ആദ്യം തെളിഞ്ഞത് ആദിയുടെ മുഖമായിരുന്നു. അവൾ കണ്ണുകൾ ചുരുക്കി അതിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു. അങ്കിൾ, ഇങ്ങനെ ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. ത്രിലോക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി എന്ന് കരുതി അവൻ ശിവയെ സ്നേഹിക്കുന്നു എന്നല്ല അർത്ഥം. ഇനി അഥവാ സ്നേഹിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ശിവദ ഇനി അവനെ തിരിച്ചു സ്നേഹിക്കുമെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അങ്ങനെ ഒരു കാഴ്ചയല്ലേ മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ചാന്ദിനി വഴി അവൾക്ക് മുന്നിൽ ഒരുക്കി കൊടുത്തത്. കാതിൽ ആകെ ഒരു പെരുപ്പ് പോലെ, കേൾക്കുന്നതൊന്നും തന്റെ ചെവിയിൽ പതിയാത്തതുപോലെ തോന്നി ശിവയ്ക്ക്. കൺമുന്നിൽ കണ്ടതൊക്കെ അത്ര പെട്ടെന്ന് ശിവതയ്ക്ക് മറക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ആ പാവത്തിനറിയില്ലല്ലോ അവളുടെ നന്ദേട്ടൻ ഇതിൽ നിരപരാധിയാണെന്നും ഇതിനൊക്കെ പിന്നിൽ ഈ ഞാനാണെന്നും. ചാന്ദിനിയെ മുന്നിൽ നിർത്തി ഞാൻ നടത്തിയ ഒരു ഗെയിം പ്ലേ. അതും പറഞ്ഞ് ആദ്യം അല്പം ഉറക്കെ ചിരിക്കുമ്പോൾ ശിവയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ നിലത്തേക്ക് വീണുടഞ്ഞു. കണ്ണുകൾ പിടപ്പോടെ എങ്ങോട്ടെന്നില്ലാതെ പാഞ്ഞുകൊണ്ടിരുന്നു. നെഞ്ചൊക്കെ വല്ലാതെ നോവും പോലെ. അവൾ വേഗം ടേബിളിന്റെ അടുത്തേക്ക് നടന്ന് വെപ്രാളത്തിൽ ജഗ്ഗിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് അല്പം വെള്ളം പകർന്ന് വായിലേക്ക് കമർത്തി. അഹങ്കാരം ആവാം, പക്ഷേ ത്രിലോകിന്റെ ആ വാക്കുകൾ ഉള്ളറകളെ തുളച്ചുകൊണ്ട് അവളുടെ മുന്നിലേക്ക് വരുമ്പോൾ ശിവയുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസും നിലം പതിഞ്ഞു. ഞെട്ടലോടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തെറ്റ് പറ്റിയോ അഷ്യമേ? ഞാൻ കണ്ടതൊന്നുമല്ലേ സത്യം? എന്നെ ചതിച്ചോ അഷ്യമേ നീ? പറയ്, എന്നെ ചതിച്ചോ നീ? ഞാൻ എൻ്റെ നന്ദേട്ടനെ? ഈശ്വരാ, അപ്പോൾ എല്ലാം എൻ്റെ തെറ്റാണോ? ശിവയുടെ കാൽപാദത്തു നിന്ന് ഒരു തരിപ്പ് മുകളിലേക്ക് പാഞ്ഞു കയറി
വയറിലാകെ കൊളുത്തിപ്പിടിക്കുന്ന വേദന പോലെ. പുറത്ത് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ ശിവ തന്റെ അവശതയും വേദനയും മറന്നുകൊണ്ട് ഹാളിലേക്ക് ഓടി. ലക്ഷ്യ ആണെന്ന് കരുതി ഡോർ തുറന്ന ശിവ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളൊന്ന് ഞെട്ടി. എന്താ ശിവദാ, ഒരാൾ വീട്ടിലേക്ക് വന്നാൽ അകത്തേക്ക് ക്ഷണിക്കാനുള്ള സാമാന്യ മര്യാദയില്ലേ നിനക്ക്? അതോ എന്നെ കണ്ട ഞെട്ടലാണോ? ചാന്ദിനി ഒരു പുച്ഛത്തോടെ ചോദിച്ചു. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾക്കിവിടെ നിന്ന് പോകാം. എന്തോ ചാന്ദിനിയുടെ ആ വരവ് ശിവയിൽ ഭയത്തിന്റെ വിത്തുകൾ പാകുമ്പോൾ അവളെ അകത്തേക്ക് വിളിക്കാൻ കഴിയുമായിരുന്നില്ല ശിവയ്ക്ക്. അങ്ങനെ പറയല്ലേ ശിവ, നിന്നെ കാണാൻ വേണ്ടിയല്ലേ ആരുമില്ലാത്ത നേരം നോക്കി ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടം വരെ വന്നത്. എന്നിട്ടിപ്പോ താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോടാ? ചാന്ദിനി ശിവയെ തന്നെ നോക്കി മുന്നിലേക്ക് ഓരോ ചുവടും വയ്ക്കുമ്പോൾ ശിവ പോലും അറിയാതെ അവൾ പിന്നിലേക്ക് നീങ്ങി. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പറയാനല്ലടി, ചെയ്യാനാ ഉള്ളത്. അതും പറഞ്ഞ് അവൾ ശിവയെ പിടിച്ച് പിന്നിലേക്ക് തള്ളുമ്പോൾ ശിവ പിറകിലേക്ക് മറിഞ്ഞുപോയി ചുവരിലായി ഇടിച്ചു നിന്നു. പെട്ടെന്നുണ്ടായ അവളുടെ ഭാവമാറ്റത്തിൽ വിറങ്ങലിച്ചു പോയി ശിവ. വയറിൽ അനുഭവപ്പെട്ട വേദനയിൽ ശിവ വയറിൽ കൈതാങ്ങി നിന്നുപോയി. നീ മിടിക്കുക ശിവദാ, ത്രിലോകിനെ എനിക്ക് വിട്ടുതരുന്നതായി അഭിനയിച്ചുകൊണ്ട് അവന്റെ ഉള്ളിലേക്ക് കൂടുതൽ ആഴത്തിൽ വേരുറപ്പിക്കുകയായിരുന്നു അല്ലേ നീ? അതും എന്നെ ഒരു വിഡ്ഢിയാക്കിക്കൊണ്ട്. പക്ഷേ ഇല്ലടി, എന്നെ ചതിച്ചുകൊണ്ട് നീ അവന്റെ കൂടെ ജീവിക്കില്ല. ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടിയല്ല നിങ്ങളെ തമ്മിൽ തല്ലിച്ച് രണ്ട് വഴിക്ക് ആക്കിയത് ഞാൻ. ചാന്ദിനി അലറി വിളിച്ചുകൊണ്ട് കയ്യിൽ തടഞ്ഞ എല്ലാം വാരി എറിഞ്ഞുടയ്ക്കുമ്പോൾ ശിവ ആകെ തറഞ്ഞു നിന്നുപോയി. ഭയം അവളെ വരിഞ്ഞു മുറുക്കി, അതോടൊപ്പം തിരിച്ചറിഞ്ഞ സത്യത്തിന്റെ ഞെട്ടലും. ഇന്നത്തോടെ തീരണം നീ. ഇനി ഈ ഭൂമിയിൽ നീ വേണ്ട ശിവദാ. എന്റെ നാഥുവിന്റെ കൂടെ ജീവിക്കേണ്ടത് ഞാനാണ്. അതിന് തടസ്സം നീയാണെങ്കിൽ ചാകടി നീ. നീ മാത്രമല്ല, നിന്നോടൊപ്പം അവന്റെ ചോരയും ഇന്ന് ഇവിടെ പിടഞ്ഞു തീരണം. അതും പറഞ്ഞവൾ ശിവയ്ക്ക് അരികിലേക്ക് പാഞ്ഞു ചെല്ലുമ്പോൾ ശിവ നിന്ന് വിറങ്ങലിച്ചു പോയി. പ്രാണൻ രക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ പെട്ടെന്ന് അവൾ തന്റെ വയറും താങ്ങിപ്പിടിച്ച് റൂമിലേക്ക് ഓടുമ്പോൾ നിലത്ത് കിടന്ന ഫ്ലോർ മാറ്റിൽ കാലു തടഞ്ഞ് നിലത്തേക്ക് വീണുപോയി ശിവ. നിമി നേരം കൊണ്ട് അവളുടെ അലർച്ച അവിടെ എങ്ങും മുഴങ്ങി. വയറിടിച്ചു വീണ ശിവയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. തലച്ചോറ് മുതൽ കാൽപാദം വരെ അവളെ വേദന വരിഞ്ഞു മുറുക്കി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മാ! നിലത്ത് നിന്ന് കൈകുത്തി എങ്ങനെയൊക്കെയോ മലർന്നു കിടന്നവൾ കരഞ്ഞുപോയി. ഇരു കൈയും വയറിനെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ കാലിലൂടെ എന്തോ ചൂടുള്ളത് ഒഴുകിയിറങ്ങുന്നതായി തോന്നി അവൾക്ക്. അലറി കരഞ്ഞുകൊണ്ട് അവൾ ആ നിലത്ത് കിടന്ന് പിടയുമ്പോൾ വല്ലാത്തൊരു തരം ലഹരിയോടെ ചാന്ദിനി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ആ ഫ്ലാറ്റ് പൂട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആഞ്ഞടിക്കുന്ന കാറ്റിൽ കാവിലെ സകല മരങ്ങളും ആടി ഉലഞ്ഞു. ഭൂമിയെ പോലും വിറപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കങ്ങൾ പ്രകമ്പനം സൃഷ്ടിക്കുമ്പോൾ ഉള്ളിലെ കല്ലിൽ തീർത്ത യക്ഷി വിഗ്രഹം തീ പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയതിൽ പിന്നെ ആരും പരസ്പരം സംസാരിച്ചിട്ടില്ല. കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ കാർ ഒരു റോഡ് സൈഡിലെ റെസ്റ്റോറന്റിന് പുറത്തായി നിർത്തി. ഇവിടെ എന്തിനാ? ത്രിലോക് അവനെ തലചരിച്ചു നോക്കി. ഫ്ലാറ്റിലൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലടാ കഴിക്കാൻ. പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ടൈം ഒരുപാടായില്ലേ. നമുക്ക് കഴിച്ചിട്ട് പോകാം. കാർത്തി സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ കഴിച്ചിട്ട് വാ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. ത്രിലോക് സീറ്റ് അല്പം പിന്നിലേക്ക് ആക്കി അതിലേക്ക് ചാഞ്ഞു കിടന്നു. ദേ നന്ദു, ഓൾറെഡി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമല്ലേ നിന്റെ അച്ഛന്റെ ഒറിജിനൽ. നീ അല്ലടാ ഞങ്ങളുടെ ധൈര്യം. നിന്റെ കൂടെ ഞാനും ഇവനുമില്ലേ. ബാക്ക് സീറ്റിലിരുന്ന നവി അല്പം മുന്നിലേക്ക് വന്ന് ത്രിലോകിന്റെ തോളിൽ കൈയമർത്തി. നിങ്ങൾ വിചാരിക്കും പോലെ അയാളെക്കുറിച്ച് ഓർത്ത് വറീഡാകേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ എന്താ നിന്റെ പ്രോബ്ലം? കാർത്തിയാണ് അത് ചോദിച്ചത്. അറിയില്ല, ആകെ ഒരു നെഗറ്റീവ് വൈബ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഫ്ലാറ്റിലേക്ക് പോകാം കാർത്തി. ഇത് നെഗറ്റീവ് വൈബ് ഒന്നും അല്ല. വീണ്ടും ചെന്ന് ആ പെണ്ണിന്റെ മണ്ടയ്ക്ക് കയറാനുള്ള ഇന്റൻസിറ്റിയാണ് മോനെ. കാർത്തി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ നവീനും അവനോടൊപ്പം കൂടി. എന്നാൽ ത്രിലോകിന്റെ മുഖത്ത് അപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത ഭാവമായിരുന്നു. കാർത്തി പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാം. മാറി വരുന്ന അവന്റെ ഭാവം കണ്ട് കാർത്തിയുടെ മുഖത്ത് ചിരി മാഞ്ഞു. അതിവേഗത്തിൽ കാർ മുന്നോട്ടെടുക്കുമ്പോൾ എത്രയും വേഗം ഫ്ലാറ്റിലെത്താനുള്ള തത്രപ്പാടിലായിരുന്നു അവർ. വളരെ പെട്ടെന്ന് തന്നെ അവൾ ഫ്ലാറ്റിൽ എത്തിച്ചേർന്നു. ലിഫ്റ്റിന് വെയിറ്റ് ചെയ്ത് നിൽക്കാതെ മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറുന്ന ത്രിലോകിനെ കണ്ട് കാർത്തിയും നവീനും പരസ്പരം നോക്കി. ഇവനിത് എന്തു പറ്റി എന്ന അർത്ഥത്തിൽ. ശേഷം അവന്റെ പിന്നാലെ അവരും പോയി. ഒരുവിധം എങ്ങനെയൊക്കെയോ ലക്ഷ്യയുടെ ഫ്ലാറ്റിന് മുന്നിലായി വന്നു നിൽക്കുമ്പോൾ പൂട്ടിക്കിടക്കുന്ന ഡോർ കണ്ട് അവർ വേഗം പരസ്പരം നോക്കി. കോപ്പ്, ഇതിനാണോ നീ ഈ ഓട്ടം മുഴുവൻ ഓടിയത്? നിനക്കിത് എന്തു പറ്റി നന്ദു? കാർത്തി ത്രിലോകിനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറയുമ്പോൾ ത്രിലോക് അവനെ ഒന്ന് നോക്കി. കാർത്തി, നീ ഫോൺ എടുത്ത് അവനെ ഒന്ന് വിളിക്ക്. ശിവ കൂടെ ഉണ്ടോ? അവൾ ഓക്കെ ആണോ എന്നൊന്ന് കാർത്തി ഒന്ന് ഫോൺ എടുത്ത് ലക്ഷ്യയെ വിളിക്കുമ്പോൾ ത്രിലോകിന്റെ കണ്ണുകൾ അണുവിട ചലിക്കാതെ അവന്റെ മുഖത്ത് തന്നെ ഉറച്ചു നിന്നു. എങ്കിലും അവന്റെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി തുടിച്ചുകൊണ്ടിരുന്നു. നെഞ്ചൊക്കെ വല്ലാതെ നോവുന്ന വേദന പോലെ. പക്ഷേ വേദ്, ഡോർ ലോക്കായി ആണല്ലോ കിടക്കുന്നത്. അപ്പോൾ പിന്നെ ശിവ എവിടെ പോയി? കാർത്തി അല്പം വെപ്രാളത്തോടെ ചോദിക്കുമ്പോൾ നവീൻ പെട്ടെന്ന് ത്രിലോകിനെ നോക്കി.
അവൻ്റെ കണ്ണുകൾ അടഞ്ഞുകിടക്കുന്ന ഡോറിലായിരുന്നു. ഓക്കെ, ഞാൻ വിളിക്കാം. നന്ദു, അവൻ ഓഫീസിലാണുള്ളത്. ശിവ ഇന്നിവിടെ ഉണ്ടായിരുന്നു എന്നാ അവൻ പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി സെക്യൂരിറ്റിയോടൊന്ന് ചോദിച്ചിട്ട് വരാം, അവൾ പുറത്തേക്കെങ്ങാനും പോയോ എന്ന്. കാർത്തി അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയവേ അകത്തുനിന്ന് കേട്ട അടക്കി പിടിച്ച കരച്ചിൽ അവർ ഏവരും ഞെട്ടലോടെ നിന്നുപോയി. കാർത്തി, അവൾ അകത്തുണ്ട്. ഡോർ ചവിട്ടി തുറക്കടാ. പെട്ടെന്ന് ഉയർന്ന ത്രിലോകിന്റെ അലർച്ചയിൽ പിന്നെ ഒരു നിമിഷം പോലും കളയാതെ അവർ ഇരുവരും ചേർന്ന് വാതിൽ ചവിട്ടി തുറന്നു. മുന്നിൽ കണ്ട കാഴ്ചയിൽ കാർത്തിയും നവീനും ഞെട്ടലോടെ നിൽക്കുമ്പോൾ ത്രിലോക് നിലത്ത് കിടന്ന് പിടയുന്ന തന്റെ പെണ്ണിന്റെ അടുത്തേക്ക് പാഞ്ഞു. ശിവ, നന്ദേട്ടാ, എന്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കോ? ശിവയുടെ ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. കരച്ചിൽ കൊണ്ട് തൊണ്ടയെല്ലാം അടഞ്ഞു പോയതുപോലെ ഒരു പുഴുവിനെ പോൽ അവൾ പിടഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കാലിലൂടെ ഒഴുകുന്ന രക്തവും ഫ്ലൂയിഡും കണ്ട് ത്രിലോകിന്റെ നട്ടലിലൂടെ ഒരു തരിപ്പ് പാഞ്ഞു. കാർത്തി, വണ്ടി എടുക്കടാ. ശിവയെ വാരി കയ്യിലെടുത്തുകൊണ്ട് ത്രിലോക് അലറുമ്പോൾ ഞെട്ടിത്തറഞ്ഞു നിൽക്കുന്ന കാർത്തിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നവീൻ പുറത്തേക്ക് ഓടി. അവളെയും കൊണ്ട് ഓടിപ്പിടച്ച് പടികളിറങ്ങുമ്പോൾ പലയിടത്തും അവന്റെ കാലുകൾ വേച്ചു പോകുന്നുണ്ടായിരുന്നു. ശിവയുടെ കണ്ണുനീർ കൊണ്ട് നനയുന്ന ഇടമെല്ലാം പുള്ളി അടരുന്നതായി തോന്നി അവന്. പാർക്കിങ്ങിലെത്തി അവളെയും കൊണ്ട് ബാക്ക് സീറ്റിലേക്ക് കയറുമ്പോൾ കാർത്തി വേഗം കാർ മുന്നോട്ടെടുത്തു. നന്ദേട്ടാ, നിനക്ക് വയ്യ. അമ്മ, നിനക്ക് പറ്റണില്ലേട്ടാ. ശിവയ്ക്ക് ഓരോ നിമിഷം കഴിയും തോറും തന്റെ പ്രാണൻ തന്നെ വിട്ടകലുന്നതായി തോന്നി. എങ്കിലും ഒരു അദൃശ്യ ശക്തി അവളെ അപ്പോഴും വലയം ചെയ്തുകൊണ്ടിരുന്നു. ശിവ, ഒന്നുമില്ലടാ, നീ വായിലൂടെ ശ്വാസം എടുത്തു വിട് പ്ലീസ്. ഇല്ല, നിനക്ക് പറ്റണില്ല, ഞാൻ മരിച്ചു പോവുകേട്ടാ. അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു പിടഞ്ഞു. ശിവ പ്ലീസ്, ഇങ്ങനെയൊന്നും പറയല്ലേ. നിനക്കും നമ്മുടെ കുഞ്ഞിനും ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നിന്നെ വേണം പെണ്ണേ. ത്രിലോക് അവളെ തന്റെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. അന്ന് ആദ്യമായി അവൾക്ക് വേണ്ടി അവന്റെ കണ്ണുകൾ കലങ്ങി നിറഞ്ഞു. ചുണ്ടുകൾ സിന്ദൂരം പടർന്ന അവളുടെ മൂർത്താവിൽ വിറയലോടെ അമർന്നു. തന്റെ പ്രാണന്റെ വാക്കുകൾ ആ അവസ്ഥയിൽ പോലും ശിവ പുഞ്ചിരിക്കുമ്പോൾ അടിവയറിൽ നിന്ന് എന്തോ താഴേക്ക് ശക്തമായി തള്ളുന്നതായി തോന്നി അവൾക്ക്. സർവവും മറന്ന് അലറിപ്പോയവൾ. ഡോക്ടർ, ശിവദ. ത്രിലോക് വാക്കുകൾ ഒന്നിടറി. ഞാൻ പറയാതെ തന്നെ ആ കുട്ടിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടതാണല്ലേ. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ബാക്കിയൊക്കെ മുകളിലിരിക്കുന്നവന്റെ കയ്യിലാണ് ത്രിലോക്. ഡോക്ടർ അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ കാർത്തി ത്രിലോകിനെ ചേർത്തു പിടിച്ചു. ഒന്നുമില്ല നന്ദു, ഇതൊക്കെ എൻ്റെ അനിയത്തിയുടെ വെറുമൊരു കുറുമ്പാണ്. പെണ്ണ് നമ്മുടെ വാവയും കൊണ്ട് ഇപ്പോൾ ഇങ്ങ് വരുമടാ. വാക്കുകൾ കൊണ്ട് കാർത്തി ത്രിലോകിന് ധൈര്യം കൊടുക്കുമ്പോഴും വല്ലാത്തൊരു പിടച്ചില്ലായിരുന്നു അവനും ആ നിമിഷം. ത്രിലോക് അവനിൽ നിന്ന് അകന്നു മാറി മുന്നിലെ ചെയറിലായി പോയിരുന്നു. ഇരു കൈയിലും മുഖം താങ്ങിയിരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിറഞ്ഞത് ആദ്യമായി ശിവ അവളുടെ ഉള്ളിൽ തുടിക്കുന്ന തന്റെ തുടിപ്പിനെ അറിയിച്ചതാണ്. ശിവ ഇപ്പോൾ ലക്ഷ്യയുടെ ഒപ്പം രാജ് ന്യൂസിലേക്ക് പോകാൻ തുടങ്ങി. പോകെ ആദ്യമുണ്ടായിരുന്ന ഭയമൊന്നും പിന്നെ അവളിൽ ഉണ്ടായിരുന്നില്ല. അധികം ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ലക്ഷ്യയെ ഹെൽപ്പ് ചെയ്യുക എന്നൊരു ജോലി മാത്രമേ അവൾക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ദിവസങ്ങൾ കടക്കുമ്പോൾ ലക്ഷ്യയ്ക്കൊപ്പം തന്നെ അവൾ തന്റെ സ്ഥാനം ഉറപ്പിച്ചു. ഇന്ന് വരെ ആരും കാണാത്ത ശിവയുടെ മറ്റൊരു മുഖമായിരുന്നു അത്. ലക്ഷ്യയ്ക്ക് പോലും അവളുടെ ബ്രില്യൻ്റ് വർക്ക് കണ്ട് അത്ഭുതമായിരുന്നു. എപ്പോഴും പുഞ്ചിരിയോടെ നടക്കുന്ന അവളെ എല്ലാവർക്കും അത്രമേൽ കാര്യവുമായിരുന്നു. എങ്കിൽ പോലും ജോലി കാര്യത്തിൽ അവൾ എപ്പോഴും ഗൗരവത്തിലായിരുന്നു. എന്നാൽ ഇതിനൊക്കെ പുറമെ തന്റെ നന്ദേട്ടന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ കുറുമ്പും വാശിയുമുള്ളൊരു ശിവയിലേക്കായിരുന്നു അവൾ പൊയ്ക്കൊണ്ടിരുന്നത്. അവന്റെ ചൂടിൽ ഒതുങ്ങി എപ്പോഴും അവന്റെ അരികിൽ തന്നെ ചുറ്റിപ്പറ്റിയിരിക്കാൻ കൊതിക്കുന്ന ഒരു പൊട്ടിപ്പെൺ. പതുപോലെ ഈവനിങ് ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുന്ന ത്രിലോക് കാണുന്നത് ബെഡിൽ സൈഡിൽ ചരിഞ്ഞു കിടക്കുന്ന ശിവയെയാണ്. ഡോർ ലോക്ക് ചെയ്ത് അവൻ അവൾക്കരികിലായി വന്നിരുന്നു. ശിവ. തന്റെ വിളി കേട്ടിട്ട് തിരിഞ്ഞു നോക്കാത്ത അവളെ ത്രിലോക് തോളിൽ അല്പം ബലം പ്രയോഗിച്ച് തിരിച്ചു കിടത്തി. ഒരു വേള അവളുടെ മുഖം കണ്ട അവന്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. വാട്ട് ഹാപ്പൻഡ്? നിർത്താതെ ഒഴുകുന്ന അവളുടെ കണ്ണുകൾ കണ്ട് ത്രിലോക് അവളെ എഴുന്നേൽപ്പിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു. എന്നാൽ അവൾക്കൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ശിവ, നിന്നോടാ ഞാൻ ചോദിച്ചത്, വാട്ട് ഹാപ്പൻഡ്? അല്പം ഉയർന്ന അവന്റെ ശബ്ദത്തിൽ മുഖം താഴ്ത്തി അവൾ തന്റെ കൈ അവന് നേരെ നീട്ടുമ്പോൾ ത്രിലോക് അവിടേക്കൊന്ന് നോക്കി. വിറയ്ക്കുന്ന ആ വലങ്കയിലിരിക്കുന്ന പ്രഗ്നൻസി കാർഡ്. അതിൽ തെളിഞ്ഞു കാണുന്ന 2 ഇളം പിങ്ക് വരകൾ. ത്രിലോകിന്റെ കണ്ണുകൾ അനുനിമിഷം കൊണ്ട് അത്ഭുതത്താൽ വിടർന്നു. ഇതിനാണോ നീ കരയുന്നത് ശിവ? അവൾ മെല്ലെ മുഖമുയർത്തി അവനെ നോക്കി. നിനക്ക് വിശ്വസിക്കാൻ പോലും കഴിയണില്ല നന്ദേട്ടാ. നന്ദേട്ടന്റെ കുഞ്ഞ് എൻ്റെ ഉള്ളിൽ എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നണു. ത്രിലോക് അവളെ വലിച്ചു തന്റെ നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ അവൾ അവന്റെ മാറോരം പറ്റിയിരുന്നു. അവളുടെ നെറുകയിൽ അവൻ തന്റെ ചുണ്ടുകൾ അമർത്തുമ്പോൾ തന്നെ പൂർണ്ണമാക്കിയവളോടുള്ള സ്നേഹവും കരുതലുമായിരുന്നു അതിൽ. ഉള്ളിൽ തുടിക്കുന്ന പ്രണയത്തിന്റെ നേർരേഖയിൽ അവർ തങ്ങളുടെ പുതുജീവിതത്തിലേക്ക് കടക്കാനൊരുങ്ങുമ്പോൾ ഇനി അവരിലേക്ക് ഒരാൾ കൂടെ. അവരുടെ സ്നേഹത്തിന്റെ അടയാളം.